കോർപ്പറേഷൻ ക്ലീനിംഗ് ലേബറർ ആയിട്ടുള്ള സുനിത മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ പേര് സനിത എന്നാണ്. ഞാൻ ഈ വിമൻസ് ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അറിയാതെ തന്നെ ആഡായിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അത് ഇപ്പം ഞാൻ അറിഞ്ഞു വന്നതാണ്. അതിനു മുമ്പ് ഞാൻ അറിയാതെ എൻ്റെ നമ്പർ ഇതിൽ ആഡായിട്ടുണ്ട്. പക്ഷെ അതെൻ്റെ ഒരു പ്രശ്ന സമയത്തായിരുന്നു. ആ പ്രശ്നമെന്ന് വെച്ചാൽ, ഞാൻ ഐലൻഡിൽ, നമ്മുടെ തേവര സർക്കിളിൽ 29ാം ഡിവിഷൻ ഐലൻഡിൽ ഞാൻ കുടുംബശ്രീ തൊഴിലാളിയായിട്ട് വേസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അവിടുത്തെ പുതിയതായിട്ട് വന്ന നമ്മുടെ പുതിയ കൗൺസിലർ ഞങ്ങളുടെ പണി തെറിപ്പിക്കാനുള്ള പ്ലാനിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഈ ഇതിൽ ആഡായത്. അതെങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഒരു കോയിൻസിഡൻസ് ആണ്. അത് ശരിക്കും ചോദിച്ചാൽ, ഹസീനയോട് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കോയിൻസിഡൻസും ഹസീനയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പിന്നെ അവിടുത്തെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം മേയർ വാശിക്ക് ഞങ്ങളെ DLR തൊഴിലാളിയാക്കി. അവിടെ നിന്ന് 18ാം സർക്കിളിൽ, മാർക്കറ്റ് സർക്കിളിൽ ഞാൻ DLR ആയിട്ട് കയറി. ആ ഒരു പണി എനിക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ മകളെ എനിക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ട് ഇപ്പം മോൾ 2nd ഇയർ MBBS പഠിക്കണം. മോൻ അത് കഴിഞ്ഞ് 8-9 മാസം ഇരുന്നെങ്കിലും 1 വർഷമൊക്കെ നമുക്ക് ഗ്യാപ്പൊക്കെ വന്നു. എന്നാലും ഇപ്പം മോനെയും ചേർക്കാൻ പറ്റി. ഇപ്പം രണ്ടാമത് വിളിച്ചുകൊണ്ട് DLR ആയിട്ട് തന്നെ അതിവിടെ പോയി. വേറെ പാർട്ടിക്കാരുടെ ഡിവിഷൻ അങ്ങനെയൊക്കെ ഇതായിട്ട് വിളിക്കാതെയായി. ഞാൻ പിന്നെയും കയറി ഇറങ്ങി വേറെ സർക്കിളിലോട്ട്, ഇപ്പോൾ എടപ്പള്ളി 5 സർക്കിളിൽ 14 സർക്കിളിൽ DLR ആയിട്ട് വർക്ക് ചെയ്യണം. ഞാൻ പണി കഴിഞ്ഞ് വന്നതാണ്. എൻ്റെ കോലം കാണുമ്പോൾ അറിയാമല്ലോ. അതിന് ഇപ്പോൾ എൻ്റെ മോനെയും കൊണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് എനിക്ക് ചേർക്കാൻ പറ്റി. ആ ഒരു പണി കിട്ടിയതുകൊണ്ട്. പിന്നെ ഞാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ. ഒത്തിരി പേര് ഞാൻ ആലപ്പുഴ പഞ്ചായത്തിൽ എഴുവിന പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ്. അതായത് എരമല്ലൂർ താമസിക്കുന്ന ആളാണ്. അവിടെ ഹരിതകർമ്മസേനക്കാർ ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ കുടുംബശ്രീ വർക്കിന് പോയത് കൊണ്ട് നമുക്കറിയാമല്ലോ ആ പണിയുടെ കാഠിന്യം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ പ്ലാസ്റ്റിക് മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷെ അവർക്ക് ഒത്തിരി ദുരിതങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടിയില്ല. ഈ ചാക്കിൽ ആക്രിക്കാർ നടക്കണ പോലെ അതുങ്ങൾ ചാക്കും ചുമന്നോട്ട് നടക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി കൊടുത്ത് ഒരു വണ്ടി സംഘടിപ്പിച്ചുകൂടെ? ഞാനപ്പോൾ ഈ പിള്ളേരെ ക്ലബ്ബുകാരോട് പറഞ്ഞു, നിങ്ങളെങ്കിലും ഒരു വണ്ടി സംഘടിപ്പിച്ചു. അപ്പോൾ ഈ പഞ്ചായത്തിൽ അതിനുള്ള ഒരു ഇതും കാണുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് അവിടെ വന്ന് അവർക്ക് വേണ്ടിയൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ പറയണം. ആ ഒരു ഇത് കൂടിയാണ്. പിന്നെ ഇവിടെ വെച്ച് ഹസീനയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇന്നലെ മിനിഞ്ഞാന്ന് അടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഹസീനേനെ പരിചയപ്പെടാൻ പറ്റിയത്. പിന്നെ എനിക്ക് സഭാകമ്പം ഇല്ലാത്ത കാര്യം ഞാൻ നാടൻപാട്ടിന് പോയിക്കൊണ്ടിരുന്നതുകൊണ്ടാണ്. പിന്നെന്ന് വെച്ചാൽ പാടാം. പിന്നെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ എന്താ പറയണ്ട, ഇനി ഒരു അമ്മയുടെ അനുഭവം ഞാൻ പാടിത്തരാം, അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത്തിന്തോ തിന്താരേതക തിന്തായി താര തനതിന്തോ തിന്താരേതക തിന്തായി താര അത്തിന്തോ തിന്താരേതക തിന്തായി താര തനതിന്തോ തിന്താരേതക തിന്തായി താര. അഴകൻ മൂപ്പന്റെ മോളവൾ ചെയ്ത പെണ്ണ്, തമ്പ്രാന്റെ ശാസന കേട്ടവൾ പാടത്തു വന്നേ. അഴകൻ മൂപ്പന്റെ മോളവൾ ചെയ്ത പെണ്ണ്, തമ്പ്രാന്റെ ശാസന കേട്ടവൾ പാടത്തു വന്നേ. പാടവരമ്പേലാക്കി കിടുകിൻ്റെ കീഴെ കീറപ്പഴം തുണി ചുറ്റി വരമ്പെ കിടത്തി. എന്നിട്ടവൾ പാടത്തിറങ്ങി പണിയാൻ തുടങ്ങി. മുലയൂട്ടാൻ
വന്നപ്പം ആരിടം വിങ്ങി നൊന്തുപേറ്റമ്മ തന്നുടെ കണ്ണു നിറഞ്ഞ് മുലയൂട്ടാൻ നേരം വന്നപ്പം കുഞ്ഞു കരഞ്ഞ് കുഞ്ഞിൻ്റെ തൊണ്ട വരണ്ടു വലിഞ്ഞു കരഞ്ഞ് മുലയൂട്ടാൻ നേരം വന്നപ്പം തമ്പ്രാനെ നോക്കി കുഞ്ഞിനു പാല് കൊടുക്കാൻ പൊക്കോട്ടെ തമ്പ്ര കുഞ്ഞിനു പാല് കൊടുക്കാൻ തമ്പ്രാൻ വിടാതെ പണി തീരാൻ തക്കം നോക്കണ് തമ്പ്രാൻ വരമ്പേ അന്തിമയങ്ങിയ നേരത്ത് വേല കഴിഞ്ഞ് വാവിട്ടലറിക്കരഞ്ഞവളോടിയടുത്തേ ഉറുമ്പ് പോതിഞ്ഞു കിടക്കണ കുഞ്ഞിന് കണ്ടവൾ മാറത്തലച്ചു കരഞ്ഞവൾ കോരിയെടുത്തേ ഉറുമ്പിനെ തട്ടിക്കുടഞ്ഞവൾ മാറോടു ചേർത്ത് നൊന്തുപേറ്റമ്മ തന്നുടെ ചങ്കുതകർന്നേ